മുഖ്യമന്ത്രിയുടെ 10 ചോദ്യം, പ്രതിപക്ഷ നേതാവിന്റെ 10 ചോദ്യം, ഞങ്ങളുടെ 10 ചോദ്യം. ഇതാണ് ഇന്നത്തെ വീഡിയോ. 10 ചോദ്യം. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് സതീശനോട് ചോദിച്ച 10 ചോദ്യം. എം ഹസൻ പറഞ്ഞല്ലോ ലൈഫ് മിഷൻ അടക്കമുള്ള 4 മിഷനുകളും UDF വന്നാൽ പിരിച്ചുവിടുമെന്ന്. എന്താണ് പ്രതിപക്ഷ നേതാവ് സതീശന്റെ അഭിപ്രായം? വിഴിഞ്ഞം പദ്ധതിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ പൊതുസമൂഹത്തിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തകരൊക്കെ പറഞ്ഞപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിലപാടല്ലേ സതീശൻ സ്വീകരിച്ചത്? വയനാട് തുരങ്കപാത അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം വേറൊരു നിലപാടെടുത്തില്ലേ? തീരദേശ ഹൈവേ നടപ്പാക്കുന്നതിൽ സമ്മതിക്കാത്തത് പ്രതിപക്ഷത്തിന് കത്ത് നൽകുകയും ഉണ്ടായി. എതിർപ്പുകൾ ഇപ്പോഴും തുടരുന്നുണ്ടോ? എന്താണ് തീരദേശ ഹൈവേക്കെതിരെയുള്ള താങ്കളുടെ നിലപാട്? സതീശനോടാണ് ചോദ്യം. ചോദിക്കുന്നത് മുഖ്യമന്ത്രിയാണ്. 62 ലക്ഷത്തോളം പേർക്ക് ക്ഷേമ പെൻഷൻ നൽകുന്നത് വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണെന്ന് താങ്കൾ പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും താങ്കൾ അത് വിശ്വസിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അത് വോട്ട് പിടിക്കാനുള്ള തന്ത്രമായിരുന്നു. പാവങ്ങൾക്ക് പണം കൊടുക്കുന്ന പരിപാടിയല്ലേ അത് എന്നുള്ളതാണ്. അത് താങ്കളല്ല പറഞ്ഞത്, AICCയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ് അത് പറഞ്ഞത്. അതിൽ സതീശന്റെ അഭിപ്രായം അറിയാൻ മുഖ്യമന്ത്രി എന്ന പിണറായി വിജയനായ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഗെയിൽ പൈപ്പ് ലൈൻ നടപ്പിലാക്കുന്നതിൽ പറഞ്ഞതും സമരം നടന്ന അന്നത്തെ KPC പ്രസിഡന്റ് VM സുധീരനും ലീഗ് നേതാവ് PK കുഞ്ഞാലിട്ടമുള്ളതാണ്. ഗെയിൽ പൈപ്പ് ലൈൻ യാഥാർത്ഥ്യമായി പഴയ നിലപാട് ഇപ്പോൾ ഉണ്ടോ? എന്താണ് ഗെയിൽ പൈപ്പ് ലൈനിൽ നിലപാട്? കേരളത്തിന്റെ അതിജീവനത്തിന് ഭാഗമായി കിഫ്ബി ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രതിപക്ഷം തള്ളിപ്പറയുമോ? കിഫ്ബിയെ നിങ്ങൾ തള്ളിപ്പറയുന്നുണ്ടോ? നിങ്ങളുടെ ബ്രെയിൻ ചൈൽഡ് അല്ലേ കിഫ്ബി? KM എബ്രഹാം ധനകാര്യമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒക്കെ ആയിരുന്നപ്പോൾ നിങ്ങളുടെ അല്ലേ കുഞ്ഞ്? എബ്രഹാം ഞങ്ങളുടെ കുട്ടിയല്ലല്ലോ. നമ്മുടെ AK ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കുഞ്ഞല്ലേ എബ്രഹാം എന്നൊരു ചോദ്യവും മുഖ്യമന്ത്രി ഉയർത്തുന്നുണ്ട്. അടുത്തത്, അതിദാരിദ്ര്യമുക്തി എന്ന ലോകശ്രദ്ധ ആകർഷിച്ച പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പരിപാടിയെ നിങ്ങൾ പരിഹസിക്കുകയും പാർലമെന്റിൽ പോലും ഇടപെട്ടും അത് ശരിയായ കാര്യമാണോ എന്ന് പറയാൻ സതീശന് ധൈര്യമുണ്ടോ? അടുത്ത, ദുരന്ത ബാധിതർക്ക് കോൺഗ്രസ് ഒക്കെ വീട് വെച്ച് കൊടുക്കുമെന്ന് യൂത്ത് കോൺഗ്രസും പറഞ്ഞിട്ട് നിങ്ങളുടെ വീട് എവിടെ ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്? അത് എവിടെയൊക്കെയാണെന്ന് വെളിപ്പെടുത്താമോ? സിൽവർ ലൈൻ പദ്ധതിയുടെ പഠിക്കാൻ സമരം ചെയ്ത പ്രതിപക്ഷത്തിന്റെ കേരളത്തിൽ വേഗത്തിൽ സഞ്ചരിക്കുന്ന റെയിൽവേ പാത വേണ്ട എന്ന അഭിപ്രായമുണ്ടോ? ഇങ്ങനെ വളരെ കാഠിനലായിട്ടുള്ള 10 ചോദ്യം പിണറായി സഖാവ് ചോദിച്ചു. സഖാവ് ചോദിച്ചാൽ സ്വാഭാവികമായിട്ട് സതീശനോടാണ്. അപ്പൊ സതീശൻ സംവാദത്തിന്റെ ആളാണ്. സതീശൻ ഉടനെ തന്നെ ഇന്ന് അതിനൊരു ബദൽ മറുപടി പറഞ്ഞു. വരൂ മുഖ്യമന്ത്രി, നമുക്ക് സംവാദമാകാം. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും കൂടി രഹസ്യമായിട്ടൊരു സംവാദം നടത്തരുത്. നിങ്ങൾ മസ്കറ്റ് ഹോട്ടലിലോ അല്ലെങ്കിൽ പറ്റുമെങ്കിൽ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലോ അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലോ ആണ് നടത്തേണ്ടത്. അത് അത്രയും ജനങ്ങളെ വിളിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരു നല്ല ടാഗോർ തിയേറ്റർ പോലുള്ള നല്ല ഏതെങ്കിലും ഒരു സ്ഥലത്തേക്കാണ് നടത്തേണ്ടത്. അവിടെ ജനങ്ങളെ കൂടി, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഡിയൻസ് എന്നുള്ള നിലയിൽ, ഒരു എലൈറ്റ് ഓഡിയൻസ് എന്നുള്ള നിലയിൽ കുറച്ച് സാമ്പത്തിക വിദഗ്ധരെയും പരിസ്ഥിതി പ്രവർത്തകരെയും എല്ലാവരെയും വിളിച്ചുകൊണ്ടുള്ള, പ്രധാനപ്പെട്ട ചാനലുകളൊക്കെ വിളിച്ചുകൊണ്ടുള്ള ഒരു നല്ല സംവാദം ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് നടക്കട്ടെ. ഇനി മുഖ്യമന്ത്രിയോട് സതീശൻ ചോദിച്ച ചോദ്യങ്ങൾ, 1 ഡസനിൽ പരം ലൈംഗിക ആരോപണം ഉള്ള ആളുകളെയും പേറിക്കൊണ്ട് ഇടതുവശത്തും വലതുവശത്തും തലയിലും താഴെയും വലത് കൈയിലും ഇടത് കൈയിലും ലൈംഗിക ആരോപണം നേരിട്ടിട്ടുള്ള അവരെ ഓഫീസിലും പുറത്തും കൊണ്ട് നടന്നുകൊണ്ട് താങ്കൾ കേരളത്തിൽ എന്ത് വികസനമാണ് പറയുന്നതെന്ന് ഒന്നാമത്തെ ചോദ്യം. ഇനി മറുപടി എന്നുള്ള നിലയിൽ അദ്ദേഹം ചോദിക്കുന്നത്, ലൈഫ് മിഷൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 4.5 ലക്ഷം പേർക്ക് UDF വീട് കൊടുത്തു. UDF വന്നാൽ ആർക്കും വീട് കൊടുക്കില്ല എന്ന് ഹസൻ എവിടെയാണ് പറഞ്ഞത്? ലൈഫ് മിഷനിലെ അഴിമതിയും മറ്റു കാര്യങ്ങളും ഉള്ളത് കൊണ്ട് മിഷൻ പിരിച്ചുവിടുമെന്നാണ് പറഞ്ഞത്. വീട് കൊടുക്കില്ല എന്ന് ഹസൻ എവിടെയാണ് പറഞ്ഞത്? വിഴിഞ്ഞം 4000 കോടി രൂപയുടെ പദ്ധതിക്ക് 6000 കോടിയുടെ റിയൽ എസ്റ്റേറ്റ് ഇടപാടെന്ന് ആരോപിച്ച അന്നത്തെ പാർട്ടി സെക്രട്ടറി തന്നെ അല്ലേ ഇന്ന് മുഖ്യമന്ത്രി ആയിരിക്കുന്നത്? അപ്പം പിണറായി വിജയൻ അങ്ങ് തന്നെയല്ലേ അന്ന് ഈ 4000 കോടി 6000 കോടിക്ക് കൊടുത്ത കഥയൊക്കെ പറഞ്ഞ് അന്ന് ഈ പദ്ധതിക്ക് തടസ്സം നിന്നത്? തുരങ്കപാത മുണ്ടക്കൈ പ്രദേശങ്ങളിലെ കാര്യങ്ങളിലും പാവങ്ങളുടെ നിലവിളി ഇപ്പോഴും കേരളത്തിൽ ഉയർന്നു നിൽക്കുന്നില്ലേ? ദുരന്ത സാധ്യത നിൽക്കുന്ന ഒരു മേഖലയിൽ പരിസ്ഥിതി പഠനം പോലും നടത്താതെ എങ്ങനെയാണ് തുരങ്കപാത വരുന്നത്? ഇത് എന്റെ ചോദ്യമല്ല, സതീശന്റെ ചോദ്യമാണ്. തീരദേശ ഹൈവേ DPR പ്രസിദ്ധീകരിക്കാതെയും അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കാതെയും അത് കൊണ്ടുവരുന്നത് ശരിയാണോ? സാമൂഹ്യ പെൻഷൻ R ശങ്കറാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആരംഭിച്ചത്. കോൺഗ്രസിന്റെ കാലത്ത് പെൻഷനെ തെരഞ്ഞെടുപ്പിൽ PR വർക്ക് പ്രവർത്തനത്തിന് ഉപയോഗിച്ചിട്ടില്ല. അത് ഇലക്ഷൻ വളരെ മുമ്പേ കൊടുക്കും. നിങ്ങളത് PR വർക്കിന് ഉപയോഗിച്ചു. ഗെയിൽ പൈപ്പ് ലൈനിൽ ഗെയിൽ ബോംബാണെന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയാൽ ഇപ്പോൾ നിങ്ങളെ മന്ത്രിസഭയിലെ അംഗമല്ലേ? വേറെ ആരെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, എറണാകുളത്തു നിന്നുള്ള രാജീവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്.
കിഫ്ബി ബഡ്ജറ്റ് വഴി പാകങ്ങൾ പദ്ധതി മാത്രമാണെന്ന് നടപ്പിലാക്കിയത്. കഴിഞ്ഞ 3 വർഷമായി പദ്ധതി അടങ്കൽ വർദ്ധിപ്പിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിദാരിദ്ര്യമുക്തി 4 ലക്ഷം പരമദരിദ്രം ഉണ്ടെന്നാണ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. അതെങ്ങനെ 64,000 പേരായി കുറഞ്ഞു? ചൂരൽമലയിലും മുണ്ടകയിലുമുള്ള സർക്കാർ അനുവദിച്ച സ്ഥലത്ത് വീട് നിർമ്മിക്കുമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സ്ഥലം തരാതെ ഞങ്ങളുടെ കുട്ടികൾ യൂത്ത് കോൺഗ്രസ്സുകാർ എങ്ങനെയാണ് ഇത് ഞങ്ങൾ വീട് കെട്ടുക? 3 സ്ഥലങ്ങളിൽ നിയമപ്രശ്നങ്ങൾ ഇല്ലാത്തിടത്ത് ഉടൻ നിർമ്മാണം ഞങ്ങൾ ആരംഭിക്കും. 10ാമതായി പറഞ്ഞിരുന്നത് കേരയിൽ മുകളിൽ 1 മെട്രോ, താഴെ വാട്ടർ മെട്രോ, 2-നിടയിൽ കേരയിൽ എന്ന് ഇങ്ങനെയുള്ള തൃക്കാക്കര പ്രഖ്യാപനം ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ജനങ്ങളുടെ പ്രതിരോധമാണ് കേരയിൽ പദ്ധതിയെ ഇല്ലാതാക്കിയത്. അല്ലാതെ ഞങ്ങൾ മാത്രമല്ല, ജനങ്ങളുടെ ഒരു പ്രതിരോധത്തിനോടൊപ്പം ഞങ്ങൾ നിന്നു. അപ്പൊ ഞങ്ങൾക്ക് 2 പേരോടും ചോദിക്കാനുള്ളത്, കാലാകാലങ്ങളായി കഴിഞ്ഞ 1957 മുതൽ 2025 വരെ എടുത്താൽ, ഇനി 27 വരെ എടുത്താൽ എത്ര വർഷമാണ് നിങ്ങൾ മാറി മാറി ഭരിച്ചത്? നിങ്ങൾ 2 കൂട്ടരും ഒരു 10 ചോദ്യം നിങ്ങളോട് ചോദിക്കാം. ഒന്നാമത്തെ സമയം കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ, കാരണം എനിക്ക് സമയപരിമിതി ഉണ്ട്, എന്തായാലും ചോദിക്കാം. ഒന്നാമത്തെ ചോദ്യം, കഴിഞ്ഞ ഇത്രയും വർഷമായി 57 മുതൽ 2025 വരെ മാറി മാറി നിങ്ങൾ ഭരിച്ചപ്പോൾ, തുടർച്ചയായി ഇടതുപക്ഷ മുന്നണി 10 വർഷം ഭരിച്ചു. 3ാമതായി വരാൻ അവർ ഉടുപ്പടിച്ചൊക്കെ ഇരിക്കുന്ന കാലത്ത് ഒരു 10 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കേരളം രൂപീകരിക്കപ്പെടുമ്പോൾ 1967 കാലഘട്ടമൊക്കെ, 57 കഴിഞ്ഞ് 67 കാലഘട്ടമായപ്പോൾ 7,60,000 ഹെക്ടർ ഉണ്ടായിരുന്ന നെൽവയൽ ഒരു 70 ആയപ്പോൾ, അത് 70കളായപ്പോൾ 8 ലക്ഷം ഹെക്ടറിലേക്ക് ഉയർന്നു. അതിപ്പോൾ 1.5 ലക്ഷം ഹെക്ടറായി വയൽ കുറഞ്ഞു. ഇതാരാണ് ഇതെല്ലാം അടിച്ചുകൊണ്ട് പോയത്? നിങ്ങൾ പറയണം. കേരളത്തിൽ മാവൂർ ഫാക്ടറി ഉൾപ്പെടെയുള്ള കുറച്ച് ഫാക്ടറികൾ വന്നതിന് ശേഷം നാളിതുവരെ ഒരു ഫാക്ടറിയും വരാത്തത് എന്തുകൊണ്ടാണ്? തുടങ്ങിയതെല്ലാം നഷ്ടത്തിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? ഉപ്പ് മുതൽ കർപ്പൂരം വരെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വാങ്ങുന്ന, പല നേരം കുളിക്കുമെന്നും അവകാശപ്പെടുന്ന മലയാളിക്ക് സോപ്പെങ്കിലും പൊതുമേഖലയിൽ നിർമ്മിച്ച് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ തൊഴിലില്ലായ്മ പരിഹരിക്കാൻ എന്താണ് ചെയ്തത്? 40 ലക്ഷം ആളുകൾ വിദേശത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ തൊഴിൽ രഹിതരായി ഇവിടെ നിൽക്കുന്നു. അവരാരും വോട്ട് ചെയ്യാൻ പോലും വരുന്നില്ല. എന്താണ് സംഭവിച്ചത്? ഇന്ത്യയിൽ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള, നല്ല പ്രകൃതി ഭംഗിയുള്ള കേരളത്തിലെ കോളേജുകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളൊക്കെ തുറന്നു വച്ചിട്ട്, കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ പിള്ളേരില്ലാതെ അധ്യാപകരുടെ ശമ്പളമൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ഫാക്കൽറ്റികളെ പിരിച്ചുവിടേണ്ടി വരുമ്പോൾ, തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ നമ്മുടെ പിള്ളേർ പോകുന്നതൊന്നും കൊണ്ട് ഇന്ത്യയിലെ എല്ലാ പിള്ളേരെയും ഇങ്ങോട്ട് വലിക്കും എന്നല്ലേ പറഞ്ഞത്? VC-മാരെ നിയമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ട്? അങ്ങനെ തുടങ്ങി ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുറെ അധികം കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഒരു വ്യവസായവും വരാത്തത് എന്താണ്? കാർഷിക മേഖലയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്താണ്? കയർ, കൈത്തറി, കശുവണ്ടി തുടങ്ങിയ മേഖലകളെല്ലാം പട്ടിണിയുടെയും ദുഃഖത്തിന്റെയും കരച്ചിലല്ലാതെ മറ്റെന്തെങ്കിലും കേൾക്കാനുണ്ടോ? അംഗനവാടി, ആശാ വർക്കേഴ്സ് പോലുള്ള ഒരു ഫ്ലോട്ടിംഗ് പീപ്പിൾ എന്ന് പറയുന്ന, അവർ സർക്കാർ ഉദ്യോഗസ്ഥരല്ല എന്നൊക്കെ പറയുന്ന ആളുകളുടെ സേവന വേതന വ്യവസ്ഥകൾ കാലാകാലങ്ങളിൽ പുതുക്കാൻ കഴിയുന്നുണ്ടോ? ശമ്പള പരിഷ്കരണം നടത്താൻ കഴിയുന്നുണ്ടോ? DA കൊടുക്കാൻ കഴിയുന്നുണ്ടോ? പിന്നെ അതുപോലെ തന്നെ പിന്നെ സ്ത്രീകളെ, കുട്ടികളെയും ആക്രമിക്കുന്നതിൽ നിങ്ങൾ 2 കൂട്ടരും മാറി മാറി നിൽക്കുന്നല്ലാതെ ഒരു സരിതയും ഒരു സ്വപ്നയും, പിന്നെ കുറെ ആളുകൾ ഇപ്പതായി ദിലീപിന്റെ കേസും ഒക്കെ വരുമ്പോൾ സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടിയുണ്ടോ? അത് UDF ആയാലും LDF ആയാലും കേരളത്തിൽ സ്ത്രീകളുടെ മാനം രക്ഷിക്കാൻ എന്തെങ്കിലും പദ്ധതി നിങ്ങളുടെ കൈവശമുണ്ടോ? കുട്ടികളുടെ പോക്സോ കേസിൽ കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നതിനെതിരെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? അഴിമതി വ്യാപകമാകുന്നതിനെതിരെ എന്തെങ്കിലും പദ്ധതിയുണ്ടോ? ദേശീയപാത അടക്കം തുടങ്ങി ഗ്രാമപഞ്ചായത്ത് റോഡുകൾ വരെ പൊളിഞ്ഞ് പപ്പടമായിക്കൊണ്ടിരിക്കുന്ന റോഡുകളെ ഒരു 10-25 വർഷത്തേക്കെങ്കിലും പണിതാൽ അത് പൊട്ടിപ്പൊളിഞ്ഞു പോകാതിരിക്കാനുള്ള എന്തെങ്കിലും പദ്ധതി നിങ്ങളുടെ കൈവശമുണ്ടോ? ഇങ്ങനെ പിന്നെ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ബാധ്യതയിലേക്ക് പോകുന്ന, കടമെടുത്ത് പോകുന്ന ഒരു സംസ്ഥാനത്തെ, ജനിക്കാനിരിക്കുന്ന കുട്ടികൾ വരെ കടത്തിൽ മുങ്ങി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ എന്താ നിങ്ങളുടെ പരിപാടി? ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിക്കാറുണ്ട്. അരി എവിടെ, തുണി എവിടെ, പറയൂ സർക്കാർ എന്ന് ചോദിച്ച നിങ്ങളോട് ഇങ്ങനെ 10-100 കണക്കിന് ചോദ്യങ്ങളാണ് മലയാളിയുടെ മനസ്സിലുള്ളത്. എങ്ങനെയാണ് പെണ്ണുപിടിയന്മാരെയും സ്ത്രീലമ്പടന്മാരെയും നിങ്ങൾ 2 വശത്തും KPCC ആയാലും CPM ആയാലും 2 വശത്തും നിങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നത് എങ്ങനെ? തോളിലിട്ട് നടക്കുന്നത് എങ്ങനെ? അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്നത്. തൊഴിലില്ലായ്മയാവട്ടെ, വ്യവസായമാവട്ടെ, കൃഷിയാവട്ടെ, ടൂറിസം ആകട്ടെ, പരിസ്ഥിതിയുടെ നാശമാകട്ടെ, ഇവിടെ
വയലുന്നകത്തിന്റെ കഥ, മലയിടിച്ചതിന്റെ കഥ, അത് പറഞ്ഞാൽ പിന്നെ നമ്മൾ നിൽക്കത്തില്ല, വിളിക്കുന്നവരെ ഇരുന്ന് പറയാം. ഇതെല്ലാം നശിപ്പിച്ചതിന്റെ കഥ എന്താണ്? ലാസ്റ്റിലൊരു ചോദ്യം കൂടെ ചോദിക്കുന്നു. ഉപ്പ് മുതൽ കർപ്പൂരം വരെ, അരി വരുന്നത് ആന്ധ്രയിൽ നിന്ന്, പഞ്ചസാര വരുന്നത് മഹാരാഷ്ട്രയിൽ നിന്ന്, പച്ചക്കറി എല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, മുട്ട വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്, എല്ലാം വരുന്നത് തമിഴ്നാട്ടിൽ നിന്ന്. അപ്പൊ നമ്മുടെ പിന്നെ ഗൾഫിൽ നിന്നാണ് 1,00,000 കോടി രൂപ വിദേശത്ത് നിന്ന് വരുന്നു. അപ്പൊ നമ്മുടെ ജോലി എന്താണ്? ഗോസിപ്പടിക്കലും പരസ്പരം കുറ്റപ്പെടുത്തലും, പറ്റുമെങ്കിൽ പെണ്ണുങ്ങളെ ഉപദ്രവിക്കലും, അങ്ങനെയുള്ളവരെ രക്ഷപ്പെടുത്തലും, പിന്നെ ഇതുപോലത്തെ ചോദ്യോത്തര പരിപാടി നടക്കട്ടെ. സംവാദം